ഒക്ടോബർ 22-ാം തീയതിയാണ് കരിക്കകം സ്വദേശിനി ശിവപ്രിയ പ്രസവത്തിനായി SIT ആശുപത്രിയിൽ എത്തുന്നത്. എത്തിയ ശേഷം 25-ാം തീയതി, അതായത് 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നു. ഇവിടെയാണ് കുടുംബത്തിന്റെ ആദ്യ ആരോപണം ഉണ്ടാകുന്നത്. ഡിസ്ചാർജ് ആവുന്ന ഘട്ടത്തിൽ ശിവപ്രിയയ്ക്ക് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഭർത്താവ് മനു നമ്മോട് പ്രതികരിച്ചത്. മിനിറ്റ് നേരം വെച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു രോഗത്തിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് രോഗം കൂടെ കൊണ്ടു ആ രീതിയിലാണ് മെഡിക്കൽ കോളേജ്. ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതായത് അണുബാധയാണ് മരണത്തിന് കാരണമായതെങ്കിൽ ആ അണുബാധയുണ്ടായത് ഇവിടുത്തെ ചികിത്സയുടെ ഭാഗമായാണ്, ചികിത്സയുടെ പിഴവാണ് ഇത്തരത്തിൽ മരണത്തിന് കാരണമായതെന്നാണ് കുടുംബം ആവർത്തിച്ചു പറയുന്നത്. 26-ാം തീയതി മുതൽ, അതായത് പനിയായ ശേഷം 26-ാം തീയതിയാണ് ശിവപ്രിയ തിരിച്ചിവിടേക്ക് എത്തുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എന്ത് ആരോഗ്യ പ്രശ്നത്തിലുള്ള ചികിത്സയാണ് നൽകിയത് എന്ന ആശയക്കുഴപ്പം കുടുംബത്തിനുണ്ട്. ഡെങ്കു ആണെന്ന് കൗണ്ട് കുറയുന്നു, ഓരോ ദിവസം അങ്ങനെ ഓരോ ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിതിനെ പറ്റി കൂടുതൽ അറിയില്ല, ഡോക്ടർ പറയുന്നതിൽ അറിയുള്ളൂ. അപ്പം മെഡിസിൻ ഒക്കെ കൊടുക്കണുണ്ട്, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡെയിലി നമ്മളെടുത്ത് ഇപ്പം കേട്ടിട്ട് തോന്നുന്നത് അവർ ചുമ്മാ അതിന്റെ തിട്ടിരുന്നെന്നാണ് തോന്നുന്നത്. SIT ആശുപത്രിക്ക് മുന്നിലേക്ക് BJP പ്രവർത്തകർ കുടുംബത്തോടൊപ്പം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അവർ ഇതിൽ വ്യക്തതയുണ്ടാകണം, ഒപ്പം അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. പ്രതിഷേധം ഏതാണ്ട് 1 മണിക്കൂറിലധികം കഴിഞ്ഞപ്പോഴാണ് ആശുപത്രി സൂപ്രണ്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ചർച്ചയിലേക്ക് കുടുംബാംഗങ്ങളും ഒപ്പം BJP നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. ആ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി SIT ആശുപത്രിയിലേക്ക് എത്തിയത്. ചർച്ചയിൽ ആരോഗ്യമന്ത്രി കൃത്യമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കുടുംബത്തെ അറിയിച്ചെങ്കിലും അവർ അതിൽ തൃപ്തരായിരുന്നില്ല. ഏറ്റവും പ്രധാനമായി അന്വേഷണം നടത്തേണ്ടത് സുപ്രീം കോടതി നിയോഗിക്കുന്ന ഒരു സംഘമാകണം, അല്ലാതെ DME നിർദ്ദേശിക്കുന്ന സംഘമാകരുത് എന്ന ആവശ്യമാണ് കുടുംബം ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൽ പൂർണ്ണ തൃപ്തരല്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അന്വേഷണ സംഘം ഉണ്ടാകുന്നവരെ പ്രതിഷേധം തുടരുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.